അപ്രതീക്ഷിതവും നാടകീയവുമായിരുന്നു അമ്മയിലെ കൂട്ടരാജി. പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് പതിച്ച സംഘടനയെ ഇനി നയിക്കാനില്ലെന്ന് ആദ്യം അറിയിച്ചത് പ്രസിഡന്റ് മോഹൻലാൽ. ഓൺലൈനായി ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ മോഹൻലാലിനെ പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം വഴങ്ങിയില്ല. എന്നാൽ ഞങ്ങളും ഒപ്പം രാജിവെക്കാമെന്ന് മറ്റ് ഭാരവാഹികളും അറിയിച്ചു. അങ്ങനെയാണ് എക്സിക്യൂട്ടീവ് പിരിച്ചുവിടാനും 2 മാസത്തിനകം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനും തീരുമാനിച്ചത്. അതുവരെ നിലവിലെ ഭരണ സംവിധാനം അഡ്ഹോക് കമ്മിറ്റിയായി തുടരും. അംഗങ്ങൾക്കുള്ള കൈനീട്ടം, ഇൻഷുറൻസ് പദ്ധതികൾക്ക് മുടക്കമുണ്ടാകില്ല. വിമർശനങ്ങൾക്കും തിരുത്തലുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അമ്മയുടെ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രതികരണം വൈകിയത് സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ ഭിന്നത ഉണ്ടാക്കിയിരുന്നു. ജഗദീഷിൽ തുടങ്ങിയ വിമർശനങ്ങൾ പല ഭാരവാഹികളും ഉർവശിയെപ്പോലുള്ള മുതിർന്ന താരങ്ങളും ഏറ്റെടുത്തു. ലൈംഗികാരോപണം ജനറൽ സെക്രട്ടറി സിദ്ദിഖിന് പിന്നാലെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനും നേരെയുണ്ടായി. രാജിവെച്ച് പുറത്തുപോയ സിദ്ദിഖിന് പകരക്കാരനെ കണ്ടെത്തുന്നതിലും സംഘടനയിൽ ഭിന്നത വന്നു. ഒടുവിൽ പൃഥ്വിരാജിന്റെ കടുത്ത നിലപാട് കൂടി പുറത്തു വന്നതോടെ സംഘടനയിലെ എതിർ ശബ്ദങ്ങൾക്ക് കൂടുതൽ കരുത്തു വന്നു. ഇതെല്ലാം കൂടി ചേർന്നതാണ് മോഹൻലാൽ നേതൃത്വം നൽകിയ ഭരണസമിതിയുടെ പടിയിറക്കം. കൂട്ടരാജിയോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കിയ പ്രതിസന്ധിയിൽ നിന്നും സംഘടനയ്ക്കുള്ളിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനങ്ങളിൽ നിന്നും കൂടി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും. മുൻപ് നടിയെ ആക്രമിച്ച കേസിലാണ് അമ്മ ഏറെ ചോദ്യം ചെയ്യപ്പെട്ടത്. അന്ന് അതിനെ പ്രതിരോധിക്കാനെത്തിയവരെന്ന് ലൈംഗികാരോപണങ്ങൾക്ക് നടുവിലായി. 506 അംഗങ്ങളുള്ള സംഘടനയെ ഇത്രയും കാലം മുന്നിൽ നിന്നും പിറകിൽ നിന്നും നിയന്ത്രിച്ചിരുന്നവരെ ചോദ്യം ചെയ്യുന്ന ഗ്രൂപ്പുകൾ അമ്മയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായതും ഇപ്പോഴത്തെ തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും അമ്മയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.